Next problem is the normal modes of vibration of carbon dioxide molecule are nu1 is equal to 1330, nu2 is 667 centimeter inverse and nu3 is 2349. Evaluate the 0 point energy of carbon dioxide molecule. Okay. Now, first you have to understand what is normal modes of vibration. Okay, so if you have an atom having a molecule having n atoms, it may have 3n degrees of freedom. Okay, അപ്പോൾ ഒരു മോളിക്യൂളിൽ n atoms ഉണ്ടെങ്കിൽ അതിന് 3n degrees of freedom ഉണ്ടാകും. In the case of a non-linear molecule, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോലെയോ HCl പോലെയോ ഒന്നും അല്ലാതെ ഒരു വാട്ടറൊക്കെ പോലെയുള്ളൊരു നോൺ ലീനിയർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ, ഫോർ എ നോൺ ലീനിയർ മോളിക്യൂൾ ദർ വിൽ ബി 3 rotational degrees of freedom and 3 translational degrees of freedom. അത്തരം മോളിക്യൂൾസിന് 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ട്, 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷനും ട്രാൻസ്ലേഷനും അല്ലാതെ മറ്റേത് ടൈപ്പും കൂടിയുണ്ട്? വൈബ്രേഷൻ കൂടിയുണ്ട് അല്ലേ? സോ ഹൗ മെനി വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ദയർ? ടോട്ടൽ 3n ആണ്. അതിൽ 3 റൊട്ടേഷൻ ഉണ്ട്, 3 ട്രാൻസ്ലേഷൻ. സോ 6 പോയി. ബാലൻസ് ഇസ് 3n minus 6 vibrational degrees of freedom. Clear? So for a non-linear molecule having n atoms, it will have 3n minus 6 vibrational degrees of freedom. That is called normal modes of vibration. Clear? But in the case of a linear molecule, it will have only 2 rotational degrees of freedom, because നമുക്കറിയാം എന്താണ്, about the bond axis rotation restricted ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ആ ഒരെണ്ണം പോകും. therefore it have only 2 degrees of rotational degree and translation is 3. therefore what will be vibration? It will be 3n minus 5 degrees of freedom. Clear? So for a non-linear molecule 3n minus 6 and for a linear molecule it is 3n minus 5 degrees of freedom. ഇത് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന മോളിക്യൂൾ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. സോ ഹൗ മെനി ആറ്റംസ് ദെയർ? 1 കാർബൺ ആൻഡ് 2 ഓക്സിജൻ, സോ 3 ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഇതൊരു കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ലീനിയർ മോളിക്യൂൾ. ദെൻ ഇറ്റ്സ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി 3n minus 5, which is equal to 3 into 3, 9, 9 minus 5, 4 normal degrees of freedom. Okay, പക്ഷേ അതായത് 4 നോർമൽ കോർഡിനേറ്റ്സ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് അതിനുള്ളത്. പക്ഷെ നമുക്കിവിടെ എത്ര എണ്ണേ തന്നിട്ടുള്ളൂ? nu1 is at 1330, nu2 at 667 and nu3 at 2349. only 3 normal modes are given. എന്താണ് പ്രശ്നം? ആക്ച്വലി 4 വേണം, പക്ഷെ നമുക്കിവിടെ 3 തന്നിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ നമുക്ക് ഈ ഫസ്റ്റ് 1330 കിട്ടുന്നത് എപ്പോഴും അതിൻ്റെ സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്. ഓക്കെ, അതേസമയം 667 കിട്ടുന്നത് അതിൻ്റെ ബെൻഡിങ് വൈബ്രേഷൻ ആണ്. ഓക്കെ, ആൻഡ് 2349 കിട്ടുന്നത് അതിൻ്റെ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് സിമെട്രിക് സ്ട്രെച്ചിങ്, രണ്ടാമത്തത് ബെൻഡിങ് വൈബ്രേഷൻ ആൻഡ് മൂന്നാമത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഇതിൽ ഈ ബെൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഓർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. നമ്മുടെ പേപ്പറിന് ഇൻ ടു ദ പ്ലെയിനും ആവാം, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനും ആവാം. അതായത് ഈ 667 തന്നെ 2 തരത്തിലുള്ള ബെൻഡിങ് പോസിബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ്. ഒരേ എനർജിയുള്ള 2 വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഡബ്ലി ഡീജനറേറ്റ് ആണ്. അപ്പോൾ 4 ആയില്ലേ? ബെൻഡിങ് 2, ഒരു അസിമെട്രിക്കും ഒരു സിമെട്രിക് സ്ട്രെച്ചിങ്, സോ ടോട്ടൽ 4. പക്ഷേ ഈ ബെൻഡിങ് 2 തരത്തിലുള്ള ബെൻഡിങ്ങും നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ടാണ് അവർ nu2 is 667 മാത്രം തന്നിരിക്കുന്നത്. ക്ലിയർ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0 പോയിന്റ് എനർജി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. ആൻഡ് വി ഹാവ് ദ ഇക്വേഷൻ ഫോർ 0 പോയിന്റ് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു half hc nu bar, right?
യഥാർത്ഥത്തിൽ നമ്മൾ 0 പോയിന്റ് എനർജി എഴുതിയത് ഹാഫ് ഒമേഗ ബാർ എന്നായിരുന്നു അല്ലേ, ഒമേഗ 0 ബാർ എന്നായിരുന്നു നമ്മൾ യഥാർത്ഥത്തിൽ എഴുതിയത്. ഓക്കെ, പക്ഷെ നമുക്കിതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, HC കൊണ്ട് വി ആർ മൾട്ടിപ്ലൈങ് ഇറ്റ്, റൈറ്റ്? സോ ഹാഫ് H ഇൻറ്റു C ഇൻറ്റു സിഗ്മ ന്യൂ എ ബാർ. വൈ സിഗ്മ? 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. അപ്പം 4 മോഡിൻ്റെയും കൂടി ടോട്ടൽ ഫ്രീക്വൻസി കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റൂ, അതിൻ്റെ ടോട്ടൽ 0 പോയിന്റ് എനർജി ആവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് 4 എണ്ണം ഉണ്ട് അല്ലേ, ന്യൂ ഐ വെയർ ഐ ഇസ് ഈക്വൽ ടു 1 to 4. സോ ന്യൂ 1 ഇസ് 1330 പ്ലസ് ന്യൂ 2 ഇസ് 667. 2 തവണ എഴുതണം ബിക്കോസ് ഇറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ് പ്ലസ് ദ അസിമെട്രിക് സ്ട്രെച്ചിങ്. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5013 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു മീറ്റർ ഇൻവേഴ്സ് SI മാറ്റാനായിട്ട് മൾട്ടിപ്ലൈ യൂസിങ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4.98 into 10⁻⁻20 joule. Okay, and multiplying using dividing using 1.6 into 10⁻⁻19 we can convert it into electron volt. Clear? So that is the problem. Next, the third problem is equilibrium vibrational frequency of the iodine molecule is 215 centimeter inverse and the unharmonicity constant is X is 0.003. നോക്കുക എത്ര ചെറുതാണ് unharmonicity constant എന്ന്. What is the intensity of hot band, that is transition from ഹോട്ട് ബാൻഡ് കിട്ടുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്, 1 to 2 അല്ലേ, അല്ലെങ്കിൽ 1ൽ നിന്ന് മറ്റു ലെവലിലേക്ക്. 0യിൽ നിന്നല്ലാത്ത ട്രാൻസിഷൻസ് ഒക്കെ നമുക്ക് ഹോട്ട് ബാൻഡ് ആണെന്ന് പറയാം. റിലേറ്റീവ് ടു ദ ഫണ്ടമെന്റൽ ട്രാൻസിഷൻ ഫ്രം 0 to 1 if the temperature is 300 Kelvin. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടെമ്പറേച്ചർ 300 Kelvin ആണ്. ഫണ്ടമെന്റൽ ട്രാൻസിഷൻ 0 to 1 ആണ്. പക്ഷെ നമ്മുടെ ഹോട്ട് ബാൻഡ് 1 to 2 നമുക്ക് ഹോട്ട് ബാൻഡ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ ഫണ്ടമെന്റൽ ബാൻഡ് വാട്ട് ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് ദിസ് ഹോട്ട് ബാൻഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹോട്ട് ബാൻഡിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടില്ല ആണല്ലോ. പക്ഷേ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്റൻസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോപ്പുലേഷൻ ഓഫ് ദ എനർജി ലെവൽ. ഇഫ് ദ പോപ്പുലേഷൻ ഇസ് ലാർജ്, intensity of the lines taking place from intensity of the lines whose transitions are taking place from that energy level will be also high അല്ലേ. അപ്പോൾ ഏത് എനർജി ലെവലിലാണോ പോപ്പുലേഷൻ കൂടുതൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസിഷൻസിന്റെ എല്ലാം ഇന്റൻസിറ്റി എന്തായിരിക്കും, വലുതായിരിക്കും ആണല്ലോ. അപ്പോൾ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്തിനെ കുറിച്ച് പഠിച്ചാൽ മതി, ആ ലെവൽസിലെ പോപ്പുലേഷനെ കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് V is equal to 0 to 1 എന്ന് പറയുമ്പോൾ ഏത് ലെവലിലെ പോപ്പുലേഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ലെവൽ. സോ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0. സോ വി ഹാവ് ടു സ്റ്റഡി പോപ്പുലേഷൻ for V is equal to 0. That is, I am taking it as N0. Okay. Next, for hot band is transition is from 1 to 2. So we have to study population of one state, that is taken as N1. Clear? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ ബാൻഡിന്റെ ഇന്റൻസിറ്റി I0 എന്നും ഹോട്ട് ബാൻഡിന്റെ ഇന്റൻസിറ്റി ഞാൻ I1 എന്നും എടുത്തു. Then I0 by I1 will be N0 by N1 is equal to e raised to നമുക്കറിയാവുന്ന ഇക്വേഷൻ N എന്ന് പറഞ്ഞാൽ N0 e raised to minus delta E by KT ആണ്. Okay, then what will be N0 by N? N0 by N will be e raised to delta E by KT. അല്ലെങ്കിൽ നിങ്ങൾ എന്തെഴുതണം, N1 by N0 എന്ന് എഴുതിയാൽ ഇവിടെ മൈനസ് ഡെൽറ്റ E by KT ആകും. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഇവിടെ എന്താണ് പ്രശ്നം? ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ടേം, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ബൈ കെ ടി കാണണം. നമ്മളോട് ഈ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഫ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇ റേസ് ടു ഡെൽറ്റ ഇ ബൈ കെ ടി, ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ, റൈറ്റ്? സോ വാട്ട് ഇസ് ഡെൽറ്റ ഇ ബൈ കെ ടി? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എന്താണ്, എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ 0 ആൻഡ് 1 ലെവൽ, അല്ലെ? ബിക്കോസ് സീറോയും N0 എന്ന് പറഞ്ഞാൽ 0 ലെവലും N1 എന്ന് പറഞ്ഞാൽ 1 ലെവലുമാണ്. അപ്പോൾ ഇതിന്റെ എനർജിയാണ് E0, ഇതിന്റെ എനർജിയാണ് E1. ദിസ് E1 മൈനസ് E0 ആണ് ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ദിസ് ഡെൽറ്റ ഇ ഈസ് E1 മൈനസ് E0. ഓക്കെ, അപ്പോൾ E1 മൈനസ് E0 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആക്ച്വലി വി ഹാവ് ഫണ്ടമെന്റൽ ട്രാൻസിഷൻ. ഫണ്ടമെന്റൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് 0 ലെവലിൽ നിന്ന് 1 ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ബാൻഡ് എന്ന് പറയുന്നത് E1 മൈനസ് E0 ഇസ് ഇക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളതാണ് ഇക്വേഷൻ, അല്ലേ? അപ്പോൾ എവിടെയായിരിക്കും നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്? 0 to 1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത് ആ എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ 0യിൽ നിന്ന് 1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന എനർജി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ദ വൈബ്രേഷണൽ സ്പെക്ട്രം ദാറ്റ് വി ആർ ഗെറ്റിംഗ്. That is at nu e bar into 1 minus 2x ലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹോട്ട് ബാൻഡ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസിഷന്റെ ഇന്റൻസിറ്റി ആണ്. അതിന് നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസിഷന്റെ ഇന്റൻസിറ്റി നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഞാൻ I0 എന്നും I1 എന്നും എടുത്തു. അപ്പോൾ I0 by I1 is equal to N0 by N1 is equal to e raised to delta E by KT ആണ്. ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 0യും 1ഉം ആണ്, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് E1 മൈനസ് E0 ആണ്. ഓക്കെ, അപ്പോൾ ഈ E1 മൈനസ് E0 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ആകെയുള്ളൊരു ക്ലൂ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ട്രാൻസിഷൻ നമുക്ക് 0യിൽ നിന്ന് 1ലേക്ക് നടക്കുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആണല്ലോ? അപ്പോൾ ഫണ്ടമെന്റൽ ട്രാൻസിഷൻ നടക്കുന്നത് എപ്പോഴും 0യിൽ നിന്ന് 1ലേക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻ വിൽ ബി അറ്റ് ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 2xe. ദിസ് വിൽ ബി ഈക്വൽ ടു E1 മൈനസ് E0, അല്ലേ? ഇപ്പം 2bയും ഒരു 2b റൊട്ടേഷന് ഒരു ഹാഫ് ന്യൂ ഇ ബാർ ലെവലും 3/2 ന്യൂ ഇ ബാർ എനർജിയുള്ള രണ്ട് വൈബ്രേഷണൽ ലെവല് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ എവിടെയായിരിക്കും സ്പെക്ട്രം കിട്ടുന്നത്? 3/2 ന്യൂ ഇ ബാർ മൈനസ് ഹാഫ് ന്യൂ ഇ ബാർ അറ്റ് ന്യൂ ഇ ബാറിലായിരിക്കും കിട്ടുന്നത്, അല്ലേ? 3/2ൽ നിന്ന് ഹാഫിൽ നിന്ന് 3/2ലേക്ക് പോകുമ്പോൾ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. E0യിൽ നിന്ന് E1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 2x എന്ന് പറഞ്ഞാൽ E1 മൈനസ് E0 ആണ്. സോ വി ഹാവ് ഫൈൻഡ് ഔട്ട് ന്യൂ ഇ ബാറിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, ഇൻറ്റു 1 മൈനസ് 2xയും തന്നിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ is 213.11 centimeter inverse, and I have converted it into meter inverse by multiplying using 100. Okay, ഇനി ആ വാല്യൂ കൊടുക്കാം. ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ KT. Okay, and this is in terms of meter inverse. ജൂളിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ യൂസിങ് HC, അല്ലേ? ഇത് നമ്മൾ വേവ് നമ്പറിന്റെ ടേംസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സിൽ പറഞ്ഞു. അതിനെ ജൂളിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ യൂസിങ് HC. Then you will get it as 1.022. So I0 by I1 is e raised to delta E by KT, which is 2.779. So I1 will be is equal to 0.36 I0. അതായത് ഫണ്ടമെന്റൽ ബാൻഡിന്റെ 36% മാത്രമാണ് ഹോട്ട് ബാൻഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലം. The fundamental and first overtone transition of N14 or 16 are centered at 1876.06 cm inverse and 3724.20 cm inverse respectively.
ഫണ്ടമെൻ്റൽ ബാൻഡും ഫസ്റ്റ് ഓവർടോണിൻ്റെയും വേവ് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഇവാലുവേറ്റ് ദ ഇക്വിലിബ്രിയം വൈബ്രേഷണൽ ഫ്രീക്വൻസി ദാറ്റ് ഇസ് ന്യൂ ഇ ബാർ ഓർ നമ്മൾ ഒമേഗ ഇ ബാർ എന്ന് എഴുതി, അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് എക്സ് സി ആൻഡ് ഓൾസോ 0 പോയിന്റ് എനർജി ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാവുന്ന ഡേറ്റാസ് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ബാൻഡ് കിട്ടുന്നത് ഇവിടെയാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫണ്ടമെൻ്റൽ ബാൻഡ്? 0 to 1 നിന്നാവുമ്പോൾ ന്യൂ ഇ ബാർ ഇൻറ്റു 1 minus 2xc is at 1876.06 centimeter inverse. First overtone, that is from 1 to 2 will be at 2 nu e bar into 1 minus 3xc. അതും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും കൂടി ഞാൻ സോൾവ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഫസ്റ്റ് എനിക്കിത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ന്യൂ ഇ ബാർ പോകും, എക്സ് സി മാത്രം സോൾവ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് സി ആസ് 7.332 into 10⁻³ ആൻഡ് അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ന്യൂ ഇ ബാർ ആസ് 1903.98 centimeter inverse. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണമായി, ഇക്വിലിബ്രിയം വൈബ്രേഷണൽ ഫ്രീക്വൻസിയുമായി അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റുമായി. ഓക്കെ, നെക്സ്റ്റ് 0 പോയിന്റ് എനർജി. We have the equation for 0 point energy is 1 by nu e bar into 1 minus half xc. ഇവിടെ അരുൾദാസ് സാറിന്റെ ടെക്സ്റ്റ് ന്യൂ ഇ ബാർ എന്ന് എഴുതി, നമ്മൾ നേരത്തെ പഠിച്ചെടുത്തെല്ലാം ഒമേഗ ഇ ബാർ എന്ന് എഴുതി, ആ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ വാല്യൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായല്ലോ? പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് nu e bar is 1 by 2 pi c root of k by mu. So from that we can calculate k as 4 pi square mu c square nu e bar. എല്ലാ വാല്യൂവും ഉണ്ട്, മ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. മ്യൂ കാണാനായിട്ട് N14 ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പം നൈട്രജൻ ഈസ് 14 ആൻഡ് ഓക്സിജൻ ഈസ് 16 അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇപ്പം നമുക്ക് കിട്ടുന്ന AMUലായിരിക്കും അതിനെ 1.67 into 10⁻27 ലാസ്റ്റ് കിലോഗ്രാം കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മ്യൂ. എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? സോ നെക്സ്റ്റ് പ്രോബ്ലം, estimate the position of band center and B value of HCl molecule from the few lines of P and R branches listed below. ഒരു വൈബ്രേഷണൽ റൊട്ടേറ്റർ ആണ്. ഓക്കെ, വൈബ്രേഷണൽ റൊട്ടേറ്ററിലെ P ബ്രാഞ്ചും R ബ്രാഞ്ചും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ P ബ്രാഞ്ച് എപ്പോഴും P1 P2 P3 P4 എന്നും R ബ്രാഞ്ച് R0 R1 R2 R3 എന്നും എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞു പി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ ഇസിക്കൽ ടു -1 ആണ്. സോ 1 to 0 ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം 1 to 0, 2 to 1, 3 to 2 അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ P1 എന്ന് എടുത്തു. അതേസമയം ആർ ബ്രാഞ്ചിലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ 0 to 1, 1 to 2, അതുകൊണ്ട് നമ്മൾ R0 എന്ന് എടുത്തു. ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ P1 എവിടെയൊക്കെ കിട്ടുന്നു, ആർ ബ്രാഞ്ച്, പി ബ്രാഞ്ച് എവിടെ കിട്ടുന്നു, ആർ ബ്രാഞ്ച് എവിടെ കിട്ടുന്നു എന്ന് അവർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൊസിഷൻ ഓഫ് ബാൻഡ് സെന്റർ. ബാൻഡ് സെന്റർ ഇസ് നമ്മുടെ ഇക്വേഷൻ ഒമേഗ ഇ ബാർ പ്ലസ് 2bm ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഒമേഗ 0 ബാർ, റൈറ്റ്? ഒമേഗ 0 ബാറും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ന്യൂ 0 ബാറും കണ്ടുപിടിക്കുക, ഈ വാല്യൂസും കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പിന്നെ വാല്യൂസ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് 8 വാല്യൂസ് പിയുടെയും ആറിൻ്റെയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്ററിൽ ഒമേഗ 0 ബാർ, ഇങ്ങോട്ട് പി ബ്രാഞ്ച്, ഇങ്ങോട്ട് ആർ ബ്രാഞ്ചുമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും സംഭവത്തിൻ്റെ സെൻറ്ററാണ് ഈ ഒമേഗ 0 ബാർ എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാവ് 8 വാല്യൂസ്, ഒമേഗ 0 ബാർ വിൽ ബി ദ ആവറേജ് ഓഫ് ഓൾ ദീസ് വേവ് നമ്പേഴ്സ്. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് 8 ഉണ്ട് അല്ലേ? സോ ടോട്ടൽ ഇതിൻ്റെ എല്ലാം കൂടി സം ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കും അവർ ബാൻഡ് സെൻറ്റർ. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ എസ്റ്റിമേറ്റ് ദ ബാൻഡ് സെൻറ്റർ ആൻഡ് ബി വാല്യൂ ഓഫ് HCl മോളിക്യൂൾ എന്നാണ്. Find out the B value, right?
സോ ബി വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് പി ലൈൻ, ദിസ് ഈസ് ഫസ്റ്റ് ആർ ലൈൻ. So what is distance between first P and first R? It is 4B. Okay. So 4B is at ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് 41.14. റൈറ്റ്. ഇനി ഇതിന്റെയും R1ഉം P2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 8B. റൈറ്റ്. കാരണം ഇത്രയും 4B കാണും, ഇതിത്രയും 4B ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ തമ്മിലുള്ള ഇൻഡിവിജ്വൽ സെപ്പറേഷൻ 2B ആണ്. അപ്പോൾ ഇവിടെയും ഒരു 2B, ഇവിടെയും ഒരു 2B. സോ ടോട്ടൽ ഇറ്റ് വിൽ ബി 8B ആയിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്. കറക്റ്റ്. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഡിഫറൻസ് കാണാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഓരോ ടേംസിൽ നിന്ന് നമ്മൾ ബി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ബി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി ആസ് 10.28. വെറുതെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഓക്കെ. ഇവിടെ 41.14 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? So the next problem is the fundamental band for HCl is centered at 2886 cm inverse. Assuming that internuclear distance is 1.276 angstrom, calculate the wave number of two lines of each P and R branch of HCl. Okay. Fundamental band എവിടെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അസ്യൂമിങ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആറിൻ്റെ വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടെയായിരിക്കും നമ്മുടെ പി ബ്രാഞ്ച്, ഫസ്റ്റ് ടു ലൈൻസ് ഓഫ് പിയും ആറുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിൻ്റെയും ആറിൻ്റെ ഇക്വേഷൻ ന്യൂ സീറോ പ്ലസ് 2BM അല്ലേ? പി എന്ന് പറയുന്നത് ന്യൂ സീറോ മൈനസ് 2B എമ്മിലും ആർ എന്ന് പറയുന്നത് ന്യൂ സീറോ പ്ലസ് 2BM ആണ്. അപ്പോൾ ഇതിനകത്ത് എം എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര ആണ്. ബട്ട് ഹിയർ ബി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് റൊട്ടേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു h by 8 pi square IC. I is mu R square C. എല്ലാത്തിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. മ്യൂ is HCl. HCl എന്നാവുമ്പോൾ ഹൈഡ്രജൻ 1, ക്ലോറിൻ 35.5. So 1 into 35.5 divided by 36.5 into 1.6 into 10 raised to minus 27 ചെയ്യുമ്പോൾ you will get the value of HCl. അപ്പം HClൻ്റെ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു ആർ തന്നിട്ടുണ്ട് 1.276 ആങ്സ്ട്രം സ്ക്വയർ ഇൻറ്റു സി. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആൻഡ് വി വിൽ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ആൻസർ കിട്ടിയത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും മീറ്റർ ഇൻവേഴ്സിലായിരിക്കും. നിങ്ങൾ നോക്കി, ഇവിടെ എല്ലാം നമ്മൾ മീറ്ററിലാണ് ഇട്ടത്. സോ ദിസ് വിൽ ബി ഇൻ മീറ്റർ ഇൻവേഴ്സ്.